എടപ്പള്ളിയിലാണുള്ളത്. ഇങ്ങനെ നടന്നു എന്ന് പറയും. എൻ്റെ പേര് ബ്രദർ ഷൈജു ആദപ്പള്ളി. ചളിക്കവട്ടത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ ജാസച്ചാൻ കിച്ചൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് പോലെ തന്നെ ഹോംലി ഫുഡാണ് നമ്മൾ ഈ ഇവരിലോട്ട് ഹൈജീനായിട്ടുള്ള ഉണ്ടാക്കി ചൂടാറുന്നതിന് മുമ്പ് തന്നെയാണ് ദാനം കൊടുക്കുന്നത്, ധർമ്മം കൊടുക്കുന്നത്, ആൾക്കാർ സഹായിക്കുന്നതെന്ന് പറഞ്ഞാലും എന്തെങ്കിലും അല്ല കൊടുക്കുന്നത്. നല്ല നോൺ വെജ് ഫുഡ് ഹൈജീനായിട്ട് കൈകാര്യം ചെയ്താണ് നമ്മൾ ആളുകളിലോട്ട്, പാവപ്പെട്ടവരിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഒത്തിരി ദൈവാനുഗ്രഹമാണിത്. കൊടുക്കുന്നവർക്കും കിട്ടുന്നവർക്കും വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഈ വണ്ടികളുടെ ഇടയ്ക്കൊക്കെ ഇവിടെ കിടക്കുന്നവരൊക്കെ ഉണ്ട്. അവരെ കണ്ടുപിടിച്ച് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണേ, ഇയാൾക്ക് വേറെ പണിയില്ലെന്ന് പറയും. പക്ഷേ ഇതൊരു ദൈവിക നിയോഗമാണ്. വർഷങ്ങളായിട്ട് വചനപ്രഘോഷണ മേഖലയിൽ ആണ് ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ ചില അവസരങ്ങളിൽ സ്കൂളുകളിൽ, ചില ഫാക്ടറികളിൽ, അതോടൊപ്പം തന്നെ ജനമൈത്രി പോലീസിനോടൊപ്പം അവർ വിളിക്കുമ്പോൾ പോയി ക്ലാസ്സൊക്കെ എടുക്കാനായിട്ട്, അങ്ങനെയൊക്കെ നിരവധി അവസരങ്ങൾ വൃദ്ധജനങ്ങൾക്ക് വേണ്ടി, സ്ത്രീപീഡനത്തിനെതിരെ, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി വ്യക്തിത്വ വികസനം, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനും അപ്പുറം സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ദൈവം എനിക്ക് കാണിച്ചു തന്ന, എൻ്റെ കണ്ണ് തുറന്ന ഒരു അനുഭവമാണ്. കാരണം പണ്ടൊക്കെ എൻ്റെ അപ്പൻ്റെ ബിസിനസ്സൊക്കെ തകർന്ന് ആകെ കുടുംബം മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അന്നേരം ഒത്തിരി വയറിൻ്റെ വിശപ്പ് എന്താണെന്ന് നല്ല രീതിയിൽ അനുഭവിക്കാൻ ആ ഓർമ്മകൾ എന്നിൽ നിലനിൽക്കുന്നുണ്ട്. വിശന്നിട്ടുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ വിശപ്പ് എന്താണെന്ന് മനസ്സിലാകാനായിട്ട് സാധിക്കത്തുള്ളൂ. അവർക്കൊക്കെ ഇതൊരു ഫാഷൻ പോലെ തോന്നും. പിന്നെ ഒത്തിരി ഭക്ഷണം പാഴാക്കി കളയുന്നവരൊക്കെ ഉണ്ട്. ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ചില നല്ല മനുഷ്യർ പറയും, വിളിച്ച് അല്ലെങ്കിൽ എത്തിച്ചു തരും. ഞങ്ങളത് പാക്ക് ചെയ്ത് കൊണ്ട് നടന്ന് രാത്രി പോലും 9 മണിക്ക് കിട്ടിയ ഭക്ഷണം പോലും പാക്ക് ചെയ്ത് ഇതുപോലെ എത്തിക്കേണ്ടവരിലോട്ട് എത്തിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ നിന്ന് കുറേ ഇഷ്ടവും അപ്പം പൊട്ടിച്ചിട്ടില്ല. അന്ന് പരിപാടിക്ക് വിളിച്ചാൽ അധികം പേര് വന്നില്ല. അപ്പോൾ രാത്രിയാണ് കിട്ടിയത്, എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ രാത്രി ആയാലും ഭക്ഷണം തന്നെ അല്ലേ, ഞങ്ങൾക്കറിയാം എവിടെ എത്തിക്കണം, ആർക്ക് കൊടുക്കണം, എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ എത്തിച്ചു കൊടുത്ത്. ഇതുപോലൊരു വീട്ടിൽ അവരപ്പച്ചൻ്റെ 30 നടന്നപ്പോഴും അവർ പറഞ്ഞ് 2:30 മണിയായി, ബ്രദറെ കുറേ ഭക്ഷണം ബാക്കിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒന്നും പേടിക്കണ്ട, പോയി അവർ തന്നെ കണ്ടെയ്നർ മേടിച്ചു തന്നായിരുന്നു. നമ്മളത് പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി ഇതുപോലെ അർഹതപ്പെട്ടവരിലോട്ട് എത്തി. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതെ എന്നവരായിരിക്കാം. അങ്ങനെയുള്ളവരിലോട്ടൊക്കെ എത്തുമ്പോൾ അവരുടെ ആ സ്നേഹവും അവരുടെ ആ നോട്ടവും കാണുമ്പോൾ നമുക്ക് എല്ലാ പാപവും മായ്ച്ചു പോകും. അതുകൊണ്ട് ഇത് കാണുന്നവർ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളോടൊരു അപേക്ഷയാണ്, ഒരിറ്റു ഭക്ഷണം പോലും പാഴാക്കി കളയരുത്. ഓരോ മണികൾക്കും പിന്നെ ഒരുപാട് അധ്വാനങ്ങളുണ്ട്. എത്രയോ ആളുകൾ കഷ്ടപ്പെട്ടതാണ്. എത്രയോ പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്നെങ്കിലും അത് കൃഷി ചെയ്യുന്നവരും പാചകം ചെയ്യുന്ന എല്ലാമായിട്ട് വിൽക്കുന്നവരും വണ്ടി ഓടിക്കുന്നവരും എന്തോരം മേഖല കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ എത്തുന്നത്. അതുകൊണ്ട് 1 മണി ധാന്യം പോലും കളയരുത്. ഇത് 1 മണി ധാന്യം പോലും കിട്ടാതെ ദിവസങ്ങൾ വയറിൻ്റെ വിശപ്പ് അനുഭവിക്കുന്നവർ എന്നോട് ഇറ്റലിയിൽ നിന്ന് വിളിച്ചവർ, അമേരിക്കയിൽ നിന്ന് വിളിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുണ്ട് ഭിക്ഷയെടുക്കുന്നവരും ധർമ്മം തേടുന്നവരും. അവിടുത്തെ സ്റ്റൈലല്ല, അവിടെ കാറിനൊക്കെ വന്നിട്ടും അല്ലെങ്കിൽ സൗകര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ എല്ലാ രാജ്യത്തും ഉണ്ട് പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ. നമ്മളത് മറച്ചു വെച്ചാൽ മറക്കൂല. അപ്പോൾ ഇനി വലിയ വീടും സൗകര്യങ്ങളും ഉണ്ടായിട്ടും കടബാധയിലും പട്ടിണിയിലൊക്കെ കഴിയുന്ന പല ആൾക്കാരെയും ഞാൻ കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വലിയ ഗമക്കും പത്രാസിലൊക്കെ പോകുമ്പോഴും ഇതെന്തെന്നും പറഞ്ഞിരിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ വേണ്ടുന്ന പല കാര്യങ്ങളും ഇതിലുണ്ട്. നമ്മളിത് ഇവിടെ കിടക്കുന്ന ഈ മനുഷ്യർക്കാണ് ഭക്ഷണം കൊടുക്കാനായിട്ട് പോകുന്നത്. ചേട്ടാ ഭക്ഷണം കിട്ടിയാ ഞാൻ ചേട്ടൻ കഴിച്ചതാണ്. ഒരെണ്ണം കൂടി വേണം, കളയരുത് കേട്ടാ. ശരി കളയരുതേ. അവിടെ ഉണ്ടോ, ആളുണ്ടോ? അപ്പുറത്തുണ്ട്. ശരി, അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും എന്താണെന്ന്. എന്നെ കൊടുക്കാൻ വേണ്ടി പോണേ. എന്നാ ഭക്ഷണം കഴിച്ചോ? ചോറ്, കറി മീനാണ്. മീൻ കഴിക്കൂലേ? ഫിഷ് അല്ല, ഇതുള്ളു. ഫിഷുണ്ട്, സാമ്പാറുണ്ട്, അച്ചാറുണ്ട്. ഇനി വരുമ്പോൾ കൊണ്ടുവരാം കേട്ടോ.